ക്രോഷറ്റ് ബുക്ക് മാർക്കിന്റെ ബാക്കി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ലർ ഉണ്ടാക്കാം. നിങ്ങൾക്ക് റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുത്താലും മതി ട്ടോ. ഇനി നമ്മൾ യാൺ എടുത്ത് ഇതിന്റെ ചുറ്റും ഒരു 7 to 10 ടൈംസ് റോൾ ചെയ്യാൻ പോവാണേ. അതിനുശേഷം നമ്മൾ ആ എൻഡ് കട്ട് ചെയ്ത് കൊടുക്കുവാണേ. ഇനി നമ്മൾ ഈ മുകളിലത്തെ പോർഷനിലൂടെ പുതിയ യാൺ ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 തവണ നല്ല ടൈറ്റ് ആയി കിട്ടിയതിനു ശേഷം ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഡിസൈനിന് വേണ്ടി നമ്മൾ ഒരു കുഞ്ഞു യാൺ മുറിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിത് കെട്ടുമ്പോൾ ടൈറ്റ് ആയിട്ട് അഴിഞ്ഞു പോകാതെ നല്ലപോലെ കെട്ടണം കേട്ടോ. ഞാൻ ഇത് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് സെയിം സൈസിൽ ഒന്ന് ട്രിം ചെയ്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഏകദേശം എല്ലാം ഒരേ ലെങ്ത് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ടാസിൽ എത്ര ലെങ്തിലാണോ വേണേ അത്രയും ലെങ്ത് അനുസരിച്ച് ആ യാൺ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇത് ബുക്ക് മാർക്കിലേക്ക് ജോയിൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഈ നീഡിൽ വെച്ചിട്ട് ഇത് ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണേ. ഇൻസേർട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എത്ര ലെങ്തിലാണോ ആ ടാസിൽ കിടക്കേണ്ടത് ആ ലെങ്ത് അനുസരിച്ച് നമ്മൾ ഡബിൾ നോട്ട് ചെയ്ത് കൊടുക്കാൻ പോവാ കേട്ടോ. ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് നോട്ട് ഇട്ടതിന് ശേഷം ബാലൻസ് വരുന്ന യാൺ നമ്മൾ നീഡിൽ വെച്ചിട്ട് ബാക്ക് സൈഡിൽ വീവ് ചെയ്ത് ഹൈഡ് ചെയ്യാൻ പോവാണേ. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ടൈറ്റ് ആയിട്ട് 4 സൈഡിലും പിന്നെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആക്കി വെച്ചതിന് ശേഷം സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് സ്റ്റീം ചെയ്യുക. അല്ലെങ്കിൽ ചെറുതായിട്ട് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് അയൺ ചെയ്തെടുക്കുക കേട്ടോ. ഓവറായിട്ട് ചൂട് കൊടുക്കല്ലേ. ഫൈനലി നമ്മുടെ ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.